ഇന്ന് ലോകത്ത് ഒരുപാട് മനുഷ്യന്മാർ കൺസ്യൂം ചെയ്യുന്ന ഒരു സൂപ്പർ ഡ്രിങ്കിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഏതായിരിക്കും അത്? ഗ്രീൻ ടീ. നമ്മുടെ ശരീരത്തിലെ ഉപാപചയ പ്രവർത്തനങ്ങളെ നേർവഴിയിലാക്കാൻ, മെറ്റബോളിസം ഇമ്പ്രൂവ് ചെയ്യാൻ, എന്തിനുപരി നമ്മുടെ പല്ലിൻ്റെ ആരോഗ്യം സംരക്ഷിക്കാൻ പോലും ഉപകാരപ്രദമായിട്ടുള്ള ഒരു മാജിക് ഡ്രിങ്ക്, അതാണ് ഗ്രീൻ ടീ. ഒരുപാട് റിസർച്ചുകൾ ബോധിപ്പിക്കുന്ന ഒരു കാര്യം, ഗ്രീൻ ടീ കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ സെറിബ്രത്തിൻ്റെയും ഇടയിലുള്ള കണക്ഷൻ ഇമ്പ്രൂവ് ചെയ്യുമെന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഒരു വർക്കിംഗ് മെമ്മറി, നമ്മളിപ്പോൾ ഒരു ടാസ്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പം അതിൻ്റെ വർക്കിംഗ് മെമ്മറി ഇമ്പ്രൂവ് ചെയ്യാൻ, കാര്യങ്ങൾ അപ്പം തന്നെ ഓർത്ത് വെക്കാനും അതിനെ വീണ്ടും നമുക്ക് പ്രോസസ്സ് ചെയ്യാനുമൊക്കെ ഇത് കഴിക്കുന്നതുകൊണ്ട് സാധ്യമാവുന്നതാണ്. നമ്മുടെ ഗ്രീൻ ടീ ഇതിൽ കുറച്ച് കലോറിയേ ഉള്ളൂ, എന്നാൽ നമ്മളെ മെറ്റബോളിസത്തെ, നമ്മളെ ഉപാപചയ പ്രവർത്തനങ്ങളെ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യും. അപ്പോൾ എന്താവും, നമുക്ക് വല്ലാതെ വിശക്കൊന്നുമില്ല. അപ്പോൾ എന്താവും, ഗ്രീൻ ടീ സ്ഥിരമായിട്ട് കഴിക്കുന്ന ആൾക്കാർക്കുള്ളൊരു ഗുണം എന്താണ്? അവർ വല്ലാതെ പൊണ്ണത്തടി ഉണ്ടാവില്ല, അവർ ഈ അരക്കെട്ടൊക്കെ വളരെ കുറഞ്ഞിരിക്കും. ആദ്യമായി കുടിച്ചാൽ മതിയായിരുന്നു, അപ്പോൾ എനിക്ക് ഈ ഒരു അവസ്ഥ വരില്ല. ഇനി നോക്കാം, ഇനിയും സമയം വൈകിട്ടില്ലല്ലോ. ഗ്രീൻ ടീയിൽ ഒരുപാട് ഫ്ലൂറൈഡ് അടങ്ങിയിട്ടുണ്ട്. ഈ ഫ്ലൂറൈഡ് നമ്മുടെ പല്ലുകൾക്ക് സംരക്ഷണം നൽകുന്നൊരു സംഭവമാണ്. ഇപ്പോൾ ഒരു കോഫിയും ഡാർക്ക് ടീയും കഴിച്ചാൽ ഈ ഒരു ബെനിഫിറ്റ് അധികം കിട്ടില്ല, മനസ്സിലാവണം കേട്ടോ. പിന്നെ ഗ്രീൻ ടീയിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ അപകടകരമാവുന്ന ഫ്രീ റാഡിക്കൽ ഫോം ചെയ്യുന്നത് തടയാൻ ഇത് കഴിക്കുന്നതുകൊണ്ട് സാധ്യമാവും. ആ ഫ്രീ റാഡിക്കൽ ഫോം ചെയ്യുന്നത് തടഞ്ഞാൽ എന്താ ഗുണം? ക്യാൻസർ പോലത്തെ പ്രശ്നങ്ങൾ കുറച്ചൊക്കെ നിയന്ത്രിക്കാൻ അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ ആൻറ്റി ഓക്സിഡൻ്റ് ഗുണങ്ങൾ കിട്ടാൻ എന്താ ചെയ്യേണ്ടത്? നമ്മൾ 1 ടീസ്പൂണ് ഗ്രീൻ ടീ നമ്മുടെ ചായക്ക് ആഡ് ചെയ്യുക, ഒരു 80 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ നന്നായിട്ട് ചൂടാക്കുകയും ചെയ്യുക. ഇനിയിപ്പോൾ ഗ്രീൻ ടീ നമുക്ക് അതിലിട്ടിട്ട് ഒരു പ്രാവശ്യം മാത്രം ഉപയോഗിക്കണമെന്നില്ല, അതിൻ്റെ ആ ഫ്ലേവർ നഷ്ടപ്പെടുന്ന 2 3 പ്രാവശ്യം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതിനെന്താ ചെയ്യുക? നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ടിന്നിൽ വെച്ചിട്ട് ഇത് ഉപയോഗിച്ചത് വീണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫ്രിഡ്ജിൽ വെച്ചിട്ട് വീണ്ടും റീയൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഗ്രീൻ ടീ കഴിച്ചാലുള്ള മറ്റൊരു ഗുണം എന്താണ്? അത് അയണിൻ്റെ ആഗിരണത്തെ എളുപ്പമാക്കും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഇപ്പം രക്തക്കുറവൊക്കെ ഉള്ള ആൾക്കാർക്ക്, ഈ അയണിൻ്റെ കുറവുകൊണ്ട് രക്തക്കുറവ് വരുന്ന ആൾക്കാർക്കൊക്കെ എന്ത് ചെയ്യാം? ഈ ഒരു ഭക്ഷണം കഴിഞ്ഞിട്ട് 1 മണിക്കൂർ കഴിഞ്ഞ് ഗ്രീൻ ടീ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഗ്രീൻ ടീ ലെമൻ്റെയും മിൻറ്റിൻ്റെയൊക്കെ കൂടെ കഴിക്കുന്നത് നല്ലതാണ്. വേണമെങ്കിൽ ഐസ് ടീ ആയിട്ട് വേണമെങ്കിൽ അങ്ങനെയും കുടിക്കാവുന്നതാണ്. ഒരുപാട് കോഫീൻ അടങ്ങിയിട്ടുണ്ട്. ഒരു കോഫിയിൽ അടങ്ങിയതിൻ്റെ പകുതിയോളം കോഫി അതിലുണ്ട്. ഒരു കൊക്കക്കോള ഒരു കപ്പിൽ അടങ്ങിയതിൻ്റെ ഇതിനേക്കാളും കൊഫീൻ ഇതിലടങ്ങിയിട്ടുണ്ട്. ഇത്രയൊക്കെ ഗുണമുള്ള ഗ്രീൻ ടീ നമുക്ക് റെഗുലർ റുട്ടീനാക്കി മാറ്റാം അല്ലേ? ഓക്കെ.